വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി പ്രൊഡക്റ്റിനെ ഞാൻ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന്റെ മുന്നേയായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോസിലെ കണ്ടന്റ്സ് എല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്കിനി വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ചിരിക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരാ ഉള്ളത് അല്ലേ? ചിരിക്കാനും പുഞ്ചിരി ഏറ്റുവാങ്ങാനും ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷെ പല ആളുകൾക്കും നല്ല രീതിയിൽ ചിരിക്കാനുള്ള കോൺഫിഡൻസ് കിട്ടാറില്ല. അതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്താ? അവരുടെ ടീത്ത് നല്ല രീതിയിലല്ല. ടീത്തിന്റെ അലൈൻമെന്റ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടീത്ത് ബ്രേസേഴ്സ് ഇടാം. അങ്ങനെ പല ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ടീത്ത് കാര്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അതായത് നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഒരു ക്ലിനിക്കിൽ പോവാന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ നമുക്കിനി ടീത്ത് വൈറ്റനിങ് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയാൽ അത് ഏറ്റവും നല്ലൊരു കാര്യമല്ലേ? അങ്ങനെ ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അഗാരോന്റെ ടീത്ത് വൈറ്റനിങ് കിറ്റ് ആണ് കേട്ടോ. ഇതാണ് അഗാരോന്റെ ടീത്ത് വൈറ്റനിങ് കിറ്റ്. ഇതിന്റെ അകത്ത് കുറെ സാധനങ്ങൾ വരുന്നുണ്ട്. ഇത് നമുക്ക് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാവുന്നതാണ്. 14 സ്ട്രിപ്സ് ആണ് ഈ ഒരു കിറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ 14 ദിവസം കൊണ്ട് തന്നെ കാര്യമായിട്ട് നല്ലൊരു ചേഞ്ച് നമ്മുടെ ടീത്തിന് വരും എന്നുള്ളത്. യെല്ലോയിങ് ആയിട്ടുള്ള ഇഷ്യൂ ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു റെമഡി ആണ് കേട്ടോ ഇത്. നമ്മൾ എപ്പോഴും ഈ ഒരു ക്ലിനിക്കിൽ പോയി ഇത് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഫിനാൻഷ്യലി ആണെങ്കിലും എല്ലാം കൊണ്ടും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ മെനക്കെടാണെങ്കിലും അതിലേറെയുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു വൈറ്റനിങ് കിറ്റ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ വരുന്ന ഈ ഒരു സ്ട്രിപ്പിൽ ഉപയോഗിച്ചിട്ടുള്ള കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡ് ഗ്രേഡിയന്റ് ആയിട്ടുള്ള കെമിക്കൽസ് ആണ്. കാരണം ഇത് വെക്കുന്ന സമയത്ത് നമ്മളുടെ മൗത്തിൽ നല്ല രീതിയിൽ സലൈവറി സെക്രീഷൻ ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ ആ ഒരു സലൈവ നമ്മൾ സ്വാളോ ചെയ്ത് പോയാലും നമുക്ക് ഉള്ളിൽ പ്രശ്നങ്ങളൊന്നും വരില്ല. കാരണം ഫുഡ് ഗ്രേഡഡ് ആയിട്ടുള്ള കെമിക്കൽസ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ യൂസേജും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇങ്ങനെ ഒരു ക്യാരി ബോക്സിന്റെ അകത്താണ് ഇതിലുള്ള സാധനങ്ങളെല്ലാം വരുന്നത്. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഈ ഒരു ബോക്സിന്റെ അകത്ത് വരുന്നത്. അപ്പൊ ഇനി അത് ഏതൊക്കെയാണെന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതിന്റെ കൂടെ ഒരു മാനുവൽ വരുന്നുണ്ട്. ഇതിന്റെ അകത്ത് ഇതിനെ എങ്ങനെ യൂസ് ചെയ്യണം അതിന്റെ കാര്യങ്ങളെല്ലാം അതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ കൂടെ ഒരു വാറണ്ടി കാർഡും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ വരുന്നത് ടീത്ത് ഷെയ്ഡ് കാർഡാണ്. അടുത്തത് നമ്മളെ സ്ട്രിപ്സ് ആണ് കേട്ടോ. 14 സ്ട്രിപ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന്റെ ലൈറ്റ് ആണ്, ബ്ലൂ ലൈറ്റ് ആണ്. ഒരു പവർ ബട്ടൺ ആണ് വരുന്നത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓൺ ആവും കേട്ടോ. ഈ ഒരു ലൈറ്റ് ചാർജബിൾ ആണ്. അതുകൊണ്ട് തന്നെ അത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു USB കേബിളും കൂടി ഇതിന്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് സിസ്റ്റം ആണ്, നമ്മളെ സ്മാർട്ട് വാച്ചിലൊക്കെ ഉള്ള പോലെ. ഇനി നമുക്കിത് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഒരു ടീത്ത് ഷീറ്റ് കാർഡ് നമ്മളെ പല്ലിന്റെ ഷെയ്ഡ് ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ തുടങ്ങുന്നതിന്റെ മുന്നേ ഉള്ള ഷെയ്ഡ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ 14 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡും നമ്മൾ ഇതിൽ നോക്കിയിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിലി നമ്മളുടെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ടീത്ത് വൈറ്റനിങ് സ്ട്രിപ്പിന്റെ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. അതിലിതാ ഈ രീതിയിലാണ് സ്ട്രിപ്പ് വരുന്നത് കേട്ടോ. 2 സൈസിലുള്ള സ്ട്രിപ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ്. ചെറിയ സ്ട്രിപ്പ് താഴ്ഭാഗത്തെ പല്ലിനുള്ളതും വലിയ സ്ട്രിപ്പ് മോൾ ഭാഗത്തെ പല്ലിനുള്ളതുമാണ് കേട്ടോ. ഈ സ്ട്രിപ്സ് നമുക്ക് ഇതിൽ നിന്ന് പീൽ ഓഫ് ചെയ്ത് ഈസിലി നമ്മൾ പല്ലിൽ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഈ ഒരു ടീത്ത് വൈറ്റനിങ് കിറ്റ് എപ്പോഴും ബ്രഷ് ചെയ്യുന്നതിന്റെ മുന്നേ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബ്രഷ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ 1 hour എങ്കിലും ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം മാത്രം ഇത് യൂസ് ചെയ്യുക. ഈ സ്ട്രിപ്സിന്റെ അകത്ത് ഗമ്മി ആയിട്ടുള്ള ടെക്സ്ചർ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഗമ്മി ഫീലിംഗ് ഉണ്ടാവും ഇത് വെച്ച് കഴിയും. സ്ട്രിപ്സ് നന്നായിട്ട് പല്ലിൽ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു 24 ബ്ലൂ LED ലൈറ്റ് നമുക്ക് പല്ലിൽ വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ്സ് ഇതിങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യാം കേട്ടോ. ഈ ഒരു 24 ബ്ലൂ LED ലൈറ്റ് എന്ന് പറയുന്നത് റീചാർജബിൾ ആണ് കേട്ടോ. വൺസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 100 മിനിറ്റ്സ് വരെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഊരി മാറ്റുന്ന നേരത്തെ നല്ല രീതിയിൽ സലൈവ വരും കേട്ടോ വായിന്ന്. കാരണം നമ്മൾ ആ സ്ട്രിപ്പ് വെച്ചതുകൊണ്ട് തന്നെ എന്താണെങ്കിലും സലൈവറി സെക്രീഷൻസ് ഉണ്ടാവും. തുപ്പി കളയാം, അല്ലാന്നുണ്ടെങ്കിൽ swallow ചെയ്താലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഫുഡ് ഗ്രേഡഡ് ആയിട്ടുള്ള കെമിക്കൽസ് ആണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതാ ചെറിയ രീതിയിൽ എനിക്കൊരു റിസൾട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഇത്രയധികം റിസൾട്ട് കിട്ടുകയാണെങ്കിൽ, എന്താണെങ്കിലും ഒരു 14 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പൊ നമ്മളിത് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി അങ്ങനെയല്ല വീക്ക്ലി ട്വൈസ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിഡിൽ ഡേയ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇപ്പോൾ നമ്മൾ വെനസ്ഡേ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്തത് ഒരു സൺഡേ എന്നുള്ള രീതിയിൽ അങ്ങനെ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ വീക്ക്ലി ട്വൈസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു 20 മിനിറ്റ്സ് ഒക്കെ വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഡെയിലി ബേസിസിലാണെങ്കിൽ ഒരു 10 മിനിറ്റ്സ് വെച്ചാൽ മതി. പക്ഷെ നമ്മൾ വീക്ക്ലി ട്വൈസ് അങ്ങനെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡ്യൂറേഷൻ കുറച്ച് കൂട്ടിക്കൊണ്ടാണ്. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ കുറച്ച് പേർക്കൊക്കെ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. ആമസോണിൽ നിന്നാണ് ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആമസോണിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താണെങ്കിലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെ സജഷൻസ് ഒക്കെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് നമ്മളെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.